ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ കണ്ടോ? കീറിയ പാൻറ്റും ധരിച്ചുകൊണ്ട് നടക്കുകയാ. അള്ളാഹു ആ മക്കളുടെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. ഒരു നല്ല പാൻറ് പോലും വാങ്ങിച്ചിടാൻ പറ്റുന്നില്ല മക്കൾക്ക്. അള്ളാഹു അവന്റെ വാപ്പായിക്ക് അള്ളാഹു നല്ല മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. കീറിയ പാൻറ് ധരിച്ചുകൊണ്ട് ഔറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നു മക്കൾ. ആരോടാ ഇത് പറയുന്നേ? ഇപ്പൊ വയത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നോക്കണം. എല്ലാം വയത് കേട്ടിട്ടുണ്ട്. വയതൊക്കെ കേട്ടിട്ട് തിരിച്ചു പോകുമ്പോ ഈ വാപ്പാമാരിൽ പലരും ഈ ഉടുത്ത മുണ്ടങ്ങിട്ട് മടക്കിയിട്ട് ഒരു ഉടുത്തുണ്ട്, വാപ്പാടെ തൊട വരെ വെളിയിൽ കാണാം. ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന പലരും തിരിച്ചു പോകുന്ന കോലവാ ഞാൻ പറയുന്നത്. മാക്സിമം എത്ര പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കി ഉടുത്തിട്ടാ നടക്കുന്നത്. പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഫർദയും ഹിജാബൊക്കെ ധരിച്ചിരിക്കുന്നു. ഇതിന്റെയൊക്കെ വീട്ടിലവസ്ഥ നിങ്ങൾക്കറിയോ? വീട്ടിലവസ്ഥ അറിയുവോ? നെയ്റ്റസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം വീട്ടിൽ ചെന്ന പുതിയ തലമുറ സായിപ്പിന്റെ നിക്കർ ഇട്ടോണ്ടാ 18കാരൻ നടക്കുന്നത്. ആരുടെ മുമ്പിലൂടെ? 16 വയസ്സുള്ള 15 വയസ്സുള്ള പ്രായപൂർത്തിയായ കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്നു. തെറ്റല്ലേ വാപ്പ? എന്റെ പെണ്ണിനോട് ചോദിക്കുന്നു, ഉമ്മ നിന്റെ മകള് ബെഡ്റൂമിനകത്ത് ധരിക്കേണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ മകന്റെ മുമ്പിലൂടെ നടക്കുമ്പോ അത് പാപമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കും, ഉസ്താദെ കൂടപ്പറപ്പുകളല്ലേ? എന്താ കൂടപ്പറപ്പിന് കാണാൻ പറ്റുമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നെ? കൂടപ്പറപ്പിന് ഔറത്ത് കാണാൻ പറ്റുമെന്ന് ആരാ പഠിപ്പിച്ചു തന്നെ? വാപ്പാട് ഔറത്ത് മക്കൾക്ക് കാണാവോ? ഉമ്മയുടെ ഔറത്ത് മക്കൾക്ക് കാണാവോ? അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞെന്നറിയോ? നല്ല മക്കളെത്താ നല്ല മക്കളെത്താ എന്ന് ദുആ ചെയ്താൽ കിട്ടില്ല. മക്കളെ വളർത്തേണ്ടത് എങ്ങനാ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഏത് മക്കൾ? 25 വയസ്സുള്ളവനല്ല, 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏതാ 3 സമയം? 1 വെളുപ്പാങ്കാലം, 2 ഉച്ച സമയം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ മക്കൾ വാപ്പാടെയും ഉമ്മാടെയും റൂമിൽ കയറാൻ പാടില്ല. എന്തുകൊണ്ട്? ഉദാഹരണം ഞാൻ പറയാം. ആണുങ്ങളായ നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടുടുത്തിട്ട് കിടന്നുറങ്ങും. ഏകദേശം ആണുങ്ങളൊക്കെ മുണ്ടുടുത്തിട്ടാ കിടന്നുറങ്ങുന്നേ. രാത്രി കിടന്നുറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്ത് 4 മണിക്കാകട്ടെ 5 മണിക്കാകട്ടെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയുന്നത് ഈ ഉടുത്ത മുണ്ട. എന്റെ മുണ്ടവിടെ പെണ്ണുമ്പിള്ള പറയും കട്ടിലിനടി കിടക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ മുണ്ടെടുത്തുടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, വെളുപ്പാങ്കാലത്ത് 4 മണിക്കോ 4:30ക്കോ 5 മണിക്കോ വീട്ടിൽ നിങ്ങൾ ബെഡ്റൂമിനകത്ത് കിടക്കുമ്പോ ഈ കൊച്ചു മക്കള് അനുവാദം ചോദിക്കാതെ വീടിനകത്ത് കയറി വന്ന കാണുന്ന അവസ്ഥ, പടച്ചവനെ, ഗോവയിൽ സായിപ്പ് കടപ്പുറത്ത് കിടക്കണ പോലെ വാപ്പ ഇങ്ങനെ കിടക്കാം. വാപ്പാടെ ഔറത്തും തുറന്നിട്ട് വാപ്പ ഇങ്ങനെ കിടക്കുകയാ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ.